ജലവേൽപ്പാടെന്ന് വെച്ചാൽ ഏക്കർ കണക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. അതിലിപ്പം ശുഷ്കിച്ച് വന്നിട്ട് ഇപ്പോൾ കുറഞ്ഞ ഏരിയ മാത്രമേ ഉള്ളൂ കൃഷി ചെയ്ത്. ബാക്കി ഭാഗങ്ങളെല്ലാം ഓരോരുത്തർ അവരുടെ കൃഷി കപ്പ, വാഴ അങ്ങനെയുണ്ട്. അതേ കവുങ്ങും കിഴങ്ങും ഒക്കെ നട്ടിട്ട് ഇപ്പോൾ നെൽകൃഷിയില്ല. കാരണം കർഷകരുടെ ദുരവസ്ഥയാണ്. കാരണം അന്ന് അവർക്ക് പണിക്കാരെ കിട്ടാനുണ്ടായിരുന്നില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് കൂലി കൂടുതലായിരുന്നു. അതൊക്കെ കൊണ്ട് ആളുകൾ കുറച്ചാണ് ഇപ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെയും അങ്ങനെയൊക്കെ കൃഷിഭവൻ്റെയൊക്കെ കുറേ സഹായം കൊണ്ടൊക്കെയാണ് കർഷകർക്ക് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോറിനുള്ള പൈസ മാത്രമല്ല, പിന്നെ അതുപോലത്തെ കൃഷിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വെറൈറ്റിയായിട്ട് ഓരോരുത്തർ കർഷകരെ ചെയ്ത് നോക്കുകയാണിപ്പോൾ. അപ്പം അങ്ങനെയാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വണ്ടി ഇന്ന് ഇങ്ങോട്ട് എത്തൂലായിരിക്കും അല്ലേ? അല്ലേ? കുറച്ചുകൂടെ മൂത്ത വയലെന്ന് എനിക്ക് തോന്നുന്നല്ലേ. അതുകൊണ്ടാണ് അവരിപ്പോൾ അവിടെ ചെയ്യുന്നത്. അതിൽ ചെയ്ത് ഇങ്ങോട്ട് വരുമായിരിക്കും. അങ്ങോട്ട് വരില്ലെന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് പോകുന്നു. അല്ല, വണ്ടി ഇവിടുന്ന് അങ്ങനെ ഒന്നും പോയിട്ട് പിന്നെ വരുവായിരുന്നേ? അത് അവിടെ നിർത്തിയിട്ട് അടുത്ത വയലേക്ക് ഇറങ്ങുമായിരിക്കും, താഴോട്ട് ഇറങ്ങുമായിരിക്കും. ഇല്ല, അതിന് അങ്ങോട്ട് കയറുന്നതിനാ? ഇത് മൂത്തില്ലല്ലേ, ഇത് ആയില്ലായിരിക്കും, കൊയ്യാനായില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ അത് ഇതിനൊരു പരുവം കാണും, ഈ കാര്യത്തില്ലേ. ഇതിപ്പോൾ അതുകൊണ്ട് അതായത് ഇത് ചിലപ്പം മൂത്തിട്ടുണ്ടാവില്ല, കൊയ്യാനായിട്ടുണ്ടാവില്ല. ഇത് കൊയ്തിട്ട് വേണ്ട അപ്പുറത്തോട്ട് പോകാനല്ലേ? ഇല്ലല്ലോ, അതിലൂടെ വഴിയുണ്ടല്ലോ. ഉണ്ടോ? താഴോട്ട് റോഡുണ്ട്. ആണോ? ബിനിയുടെ വീട് ആ പറമ്പ് വരെ അതിലൂടെ റോഡുണ്ട്, അതിലൂടെ കാറൊക്കെ പോകുന്നത്. ഓരോരോ കള്ളിയായിട്ടല്ലേ? അത് വീണ് കിടക്കുമല്ലേ? അതൊക്കെ പറന്നുപോയി. പറന്നുപോയി, എല്ലാം അങ്ങ് പോയി. കാണാത്ത ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇനി വീഴുമ്പോ പറഞ്ഞിട്ട് വീഴണം, എന്നിട്ട് വേണം. ആകെ ഒരാളാണ് ഞാനുണ്ട്. ഇവിടെയൊക്കെ നിറച്ചും വെള്ളമാ അല്ലേ? ആ, വണ്ടി പോയിട്ട് തോട്ടീന്ന് കയറിയതാ. കൂടെ ഉണ്ടെന്ന് വയ്ക്കേ. അടിയിലേക്കുണ്ടല്ലോ, അല്ല എല്ലാം ഒളിച്ചിരിക്കുക. എല്ലാം പോയല്ലോ, എല്ലാവരും ഒളിച്ചിരിക്കുക. അപ്പം ഇലയുടെ അടിയിലേക്കാകുമ്പോൾ ഒരു ശത്രുവാണോ മിത്രമാണോ അറിയത്തില്ല വന്നത്. ചേച്ചീനെ അറിയായിരിക്കും, ചേച്ചി സ്ഥിരം വരാനൊരു സാധ്യതയില്ല. മിക്കവാറും ചേച്ചി വീഴുന്ന വീഡിയോ എടുത്തോണ്ട് നടന്ന അവസാനം ഞാനായിരിക്കും വീഴുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം. പ്രാവുണ്ടായിരുന്നു അങ്ങനെ. അല്ല, പ്രാവ് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. കുഴിയൊക്കെ മൈനയുണ്ട്.
എന്നാ ചെയ്തു? കണ്ടാ നല്ല പച്ചപ്പുണ്ട്, പക്ഷെ അത് പൊങ്ങി നിൽക്കുന്നതൊന്നും തോന്നില്ല അല്ലേ? ഇങ്ങനെ കുഞ്ഞി മണ്ണിട്ടെടുത്തൊന്ന് കയറി വന്നതാണോ? ഇത് ചിലപ്പോൾ ഇതുപോലെ നിൽക്കുന്നതായിരിക്കും, നല്ല പുല്ലായിരിക്കും. കണ്ടാ നല്ല പച്ചപ്പുണ്ടാവും. അതൊക്കെ ഇത് ഭംഗിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കേ, ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഭംഗിയായിട്ട് കാണണമെങ്കിൽ എനിക്ക് ഈ കൊക്ക് പറക്കുന്നതാണല്ലോ. ഓ ഇത് രസമാണ്. വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. എത്ര പെട്ടെന്ന് കൊയ്ത് പോകുന്ന നോക്കിട്ട് അത് തീർന്നത് പോരുവാണ്. അതെ എൽബസിന്റെ വയലാണ് എനിക്ക് വരുന്നത് കേട്ടോ. അതെ എൽബസ് അവിടെ ആണോ? അവനെ റൂട്ട് കാണിച്ചു കൊടുക്കണ്ട, അവനറിയാമല്ലോ അവൻ നടക്കുമ്പോൾ. ഇത് പെട്ടെന്ന് തീരുമെന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് തീരുമോ തോന്നുന്നു. അപ്പം ഇപ്പം എനിക്ക് അത്രയും അങ്ങോട്ട് കയറി വന്നില്ല. ആ കർഷകന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? നല്ല വളരെ കർഷകനല്ല ആണോ? അത് ആ നെല്ലിൻ്റെ സ്പെഷ്യൽ അല്ല, അതിൻ്റെ പോയി വീട് സ്പെഷ്യൽ നല്ല പോയി പോകുന്നറിയില്ല. ഈ പുല്ലും കാണാൻ നല്ല രസമുണ്ട്. പുല്ലിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ. ആ സമയത്ത് നോക്കി ഒന്നും ഉണ്ടാവില്ലല്ലോ. കറുത്തതാ. ഇങ്ങനത്തെ പാർട്ടിയിൽ വരാൻ എനിക്ക് പേടിയാണ്. പക്ഷെ സച്ചുവിന് നല്ല ധൈര്യം കേട്ടോ. ഓ പൊയ്ക്കോ പൊയ്ക്കോ, വെള്ളത്തിലോട്ടൊന്ന് വീണോ വേണമെങ്കിൽ. ആ ഒന്ന് ചാടി കാണിക്കേ. എന്ത് റൂട്ടാണ് ഇതല്ല ഇത്? ഓക്കെ, ഇത് ഓണല്ലേ? അത് മറ്റേ എന്താ വെളിച്ചപ്പാടും മറ്റേ ഇതെന്താ കോമരം. കോമരം പിടിച്ച് കോമരം കോമരം. ഞങ്ങളുടെ നാട്ടിലെ കച്ചറ കത്തി എന്ന് പറയും. പാടത്ത് വെക്കുന്ന കാട് വെക്കുന്ന ഒരു കത്തിയാണ് കച്ചറ കത്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഞങ്ങളും അങ്ങനെ പറയാം. അതായത് ഞാൻ നിലമ്പൂരുകാരി, മലപ്പുറംകാരി. ചേച്ചി എവിടെയാ? കണ്ണൂരുകാരി. അവ കണ്ണൂർ മലപ്പുറം കൊന്നു തന്നെയല്ലേ. പുളി എന്തിയാ കുയിലിനെ കാണുന്നില്ല. അതേ തത്തമ്മ ഇരിപ്പുണ്ട്. തത്തയല്ലേ ഇത്? മഞ്ഞക്കിളിയോ? ഇതല്ലോ മഞ്ഞക്കിളിയാ. മഞ്ഞക്കിളിയാ അത്. പക്ഷെ ഇതില് പുളി നിറഞ്ഞു ചാടുന്നപ്പോ വേണമായിരുന്നേ. ഇപ്പൊ പുളിയെല്ലാം ചാടി തീർന്നില്ല. ഇത് ഞാൻ അരി ഇട്ടിട്ട് കിളുത്ത് വന്ന സപ്പോട്ടയാണ്. വാങ്ങിച്ചു വെച്ചതല്ലേ? ഇല്ല, ഇത് ആർഭാടമായിട്ട് വളർന്നു പോയത്. അതുകൊണ്ട് വാങ്ങിച്ചു വെച്ച പോയത്. സപ്പോർട്ടിന്റെ കായ കണ്ട നിങ്ങൾ കണ്ടിക്കാ? കണ്ണു വയ്ക്കരുത്. നിങ്ങൾ കണ്ടിക്കാ? എന്റെ സപ്പോർട്ട് ഉണങ്ങി പോവെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വർഷമാണ് എൻ്റെ സപ്പോർട്ട് ഇത്രയും കാണിച്ചത്. അതിലൊരു സന്തോഷം വല്ലാതെ ഉണ്ട് എനിക്ക്. ഇനി വാവലും അണ്ണാനും കൊണ്ടുപോവാതെ കിട്ടിയാൽ ഇല്ല, ഇതെല്ലാം എനിക്കുള്ളതാണ്. വളരെ സന്തോഷം. ഈ തെങ്ങിൻ്റെ ചോട്ടില് ഞാൻ ഇന്ന് കുറച്ച് വേസ്റ്റ് കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണെന്നറിയാം? ഇതല്ല, മൂടിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. മീനിന്റെയാ? മീന്, ചോറ്, അടുക്കള വേസ്റ്റ് അതിനകത്തുള്ളതല്ല. അത് ചട്ടിക്കകത്ത് വെച്ചേക്കുന്നത് എന്തിനാ? അത് ചെടിച്ചട്ടിയാണ്, പഴയ പ്ലാസ്റ്റിക്കിന്റെ ഓട്ടച്ചട്ടിയാണ്. ഓട്ടച്ചട്ടിയാ? അത് വെച്ചിരിക്കുന്ന വെച്ചാൽ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ നല്ല വളമാണ്. വെരി ഗുഡ്. നമ്മുടെ കൊപ്ര ഉണക്കുന്ന സ്ഥലമാണ്. കൊപ്ര കൊടുത്തില്ലേ? ഇല്ല ഇല്ല,
ഇന്ന് എടുത്തിട്ട് പോയതാണ് ഇവിടെ നമ്മൾ കൊപ്രയൊക്കെ. ഇതാണ് വേണ്ട ഇത് പൊട്ടിച്ചത് ഇങ്ങനെ. ഇതാണ് ഉണ്ടക്കൊപ്ര എന്നൊക്കെ പറയില്ലേ, അതിതാണ് മുഴുവനായിട്ട് ഒരു തേങ്ങയെ മുഴുവനായിട്ട്. ഞാൻ നോക്കട്ടെ, ഇതിനകത്ത് ഉണ്ടാവും. ഇതൊന്നും മുഴുവനല്ലല്ലോ, ഇത് പകുതി. അവർക്കറിയാം അവരെ പറ്റിക്കുന്നതാണ്, അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പാടില്ല. അതാ കിടക്കുന്നു. അത് മുഴുവൻ അപ്പുറത്ത് വേറെയുണ്ട്. ഇത് മുഴുവനല്ലേ ഈ കിടക്കുന്നേ? ഇത് കണ്ട, കൂട്ടുകാരെ, ഇതാണ് മുഴുവൻ കൊപ്ര എന്ന് പറയുന്നത്. ഇത് കാണിച്ചു തരാം. ഇതാണ് ശരിക്കും തേങ്ങയുടെ ഷെല്ല്. അതിന് ഇങ്ങനെ ഇരിക്കും. ഇതിനെ കോടാലി കൊണ്ട് വെട്ടി പൊട്ടിച്ച് ഈ പരുവത്തിലാക്കി ഇതിനകത്ത് നിന്ന് കുത്തിയെടുക്കുന്നതാണ് ഈ കാണുന്ന തേങ്ങ. തേങ്ങയല്ല, കൊപ്ര. തേങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ കൊപ്ര എന്ന് പറയും. അതാട്ടി വരുമ്പം എണ്ണ എന്ന് പറയും. കോക്കനട്ട് ഓയിൽ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി അങ്ങോട്ട് പോവാം. വാഴക്കൊല വെട്ടാൻ വന്നതാണ്. ഈ റബ്ബർ ചേച്ചിയാണല്ലോ വെട്ടുന്നത്. അതാ ചേച്ചി വെട്ടുന്ന റബ്ബറാണ് ഇതൊക്കെ. അതിൻ്റെയൊക്കെ ഗതികേട് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ടാപ്പിങ്ങാര് കാണണം കേട്ടാ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കുറ്റം പറയാനുണ്ടാവും. അതിന്റെ അഭിപ്രായം കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. ഇതറിയാവുന്നവരാണെങ്കിൽ നെഗറ്റീവ് കമന്റ് വരാൻ സാധ്യതയുണ്ട്. ചേച്ചി ഇരുന്ന് വായിച്ചോളണം. ചേച്ചിക്ക് വേണ്ടിയിട്ടായിരിക്കും ആ കമൻ്റൊക്കെ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇത് ഞാൻ കൃഷി ചെയ്ത വാഴയാണ്. അത് ഇതിൻ്റെ ഇത് തനിയെ ഇന്ന് ഇങ്ങനെ വീണ് പോകുന്നു. നമ്മൾ വയലിലേക്ക് പോയപ്പം ഒടിഞ്ഞിങ്ങ് നമ്മുടെ പുറകെ പോയി. ഇതൊക്കെ കായൊക്കെ പൊട്ടി. ഇതിന് മുമ്പ് വേണമായിരുന്നു ഇത് വെട്ടിയെടുക്കാൻ. എനിക്ക് വേറെ പഴം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് വെട്ടിയില്ല. അതിനെ വെട്ടിയില്ലായിരുന്നു. വേണ്ട, നിങ്ങളെല്ലാവരും കളിയാക്കും ഇത്രയും കൊല്ലയെന്ന് കണ്ടിട്ട്. പക്ഷേ ചേച്ചിക്ക് കഴിക്കാനത് മതി. വിഷമില്ല, ഒന്നും ചെയ്യാതെ നട്ടത്. നിങ്ങൾ ഓർക്ക് ഇതിന് കറ ഇങ്ങനെ ഉറ്റും. അത് ഡ്രസ്സിലാക്കരുത് എന്ന് കറ ഉറ്റും. പക്ഷെ അത് ഡ്രസ്സിൽ വീണാൽ ഡ്രസ്സ് കീറി പോകുന്നു, അല്ലാണ്ട് കറ പോകില്ല. എന്നാ ഞാൻ പോട്ടെ. നമുക്ക് കാസർഗോഡിൽ നിന്ന് എടുക്കണം. അടിപൊളി. അങ്ങനെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. കാസർഗോഡ് കുള്ളൻ. ഇത് കിടാവല്ലേ? ഇത് പശു. കിടാവ്. അത് അതേ നിൽക്കുന്ന കിടാവ്. ഇത് തള്ളപ്പശു. ഇത് കുത്തത്തില്ലല്ലേ ചേച്ചി? കാസർഗോഡ് കുള്ളൻ. അത് വീഡിയോ കണ്ടപ്പോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഓടുന്നു. കണ്ടാ നമ്മളെ കഴിഞ്ഞ് ചമ്മലുണ്ട് അതിന്. ആണോ? അപ്പൊ ഈ അടുത്തല്ലേ പ്രസവിച്ചേ? അതിനെ കൊടുത്തായിരുന്നല്ലേ? ഇത് വേറെ. അതെ. അയ്യോ, ഞാൻ വിചാരിച്ചു ചേച്ചീനെ കുത്താൻ വരുമോ. അത് മൊത്തം കുടിച്ച് തീർത്തിരിക്കുന്നു. വന്നാ കിട്ടും, പക്ഷെ ഞാൻ വരൂലല്ലോ. ഇത് ഇത്രയല്ലേ വളരുള്ളൂ, ഇനി തടി വെക്കത്തേ ഉള്ളൂ. ചുറ്റി നിൽക്കുവാണല്ലോ. പേരില്ല, പേരിട്ടിട്ടില്ല. ഞാനൊക്കെ ആണെങ്കി പണ്ടേ നന്ദിനിക്കുട്ടി, മണിക്കുട്ടി. ഞങ്ങൾക്കുണ്ടായിരുന്ന പശുക്കളുടെ പേരാണ് കിങ്ങിണി, മണിക്കുട്ടി, നന്ദിനിക്കുട്ടി, മാളുക്കുട്ടി.
എങ്കിൽ ഞാൻ വിട്ടോട്ടെ. സച്ചു വരും ഇപ്പം. അപ്പം നാളെ കാണാം. ദേ കൊക്ക് കൊക്ക് അവിടെ കുറേ കൊക്കിനെ കണ്ടിട്ട് ഇവിടെ ഒരു കൊക്കിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ അപ്പോൾ ഒരു ബൈ പറഞ്ഞേരെ. ഒരു ബൈ പറ. ഓക്കെ. കച്ചറക്കത്തി. അയ്യോ ഇനി ഞാൻ അതിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെളിച്ചപ്പാട് പൊക്കും വീട്ടിൽ. ഞാൻ പോട്ടെ, മിക്കവാറും ഞാൻ വീഴും. എന്നാ പോട്ടെ.